ദേ നമ്മൾ തിരുപ്പതി എത്താറായിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് കയറുന്നതിന് മുന്നേ ഒന്ന് ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷായിട്ട് കയറാമെന്ന് കരുതി. മുകളിൽ ചെല്ലുമ്പോൾ ഒരു 8:30-9 മണിയൊക്കെ ആവും കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പതിയെയാണ് പോയത്. അല്ലെങ്കിൽ നമ്മൾ 8 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്താറുണ്ട്. പിന്നെ അവിടെ ചെന്ന് ഇടി കൊള്ളണ്ടാന്ന് കരുതിയിട്ട് ഇവിടെ നിന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് പോവുകയാണ്. പക്ഷേ എന്നത്തെയും പോലെ അധികം തിരക്കെന്ന് കണ്ടപ്പോൾ തോന്നിയില്ല. നേരെ നമ്മളതേ മുകളിൽ തിരുമല എത്തിയിട്ടുണ്ട്. തിരുപ്പതിയല്ല, തിരുമലയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. തിരുമല എത്തിയിട്ടുണ്ട്. വന്ന പാടെ തന്നെ ഒരു ചായ കുടിച്ചിട്ട് നിൽക്കാമെന്ന് കരുതി. ഇവിടുത്തെ ചായയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പക്ഷെ അവർ തരുന്ന ഗ്ലാസ്സാണ് ശോകം. വളരെ കുഞ്ഞു ഗ്ലാസ് ആയിരിക്കും തരുന്നത്. ഒരു സിപ്പിന് പോലും ഉണ്ടാവത്തില്ല കേട്ടോ. പിന്നെ ബിസ്ക്കറ്റും കഴിച്ചു കേട്ടോ. നല്ല ബിസ്ക്കറ്റും ഒക്കെ കിട്ടും. ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചു. വേദ ഇവിടെ വന്നാൽ ബോൺവിറ്റയുടെ ആളാണ്. വേദ ബോൺവിറ്റയും കുടിച്ചു. ഞങ്ങൾ ഓരോ ചായയും പറഞ്ഞു. ചായ കുടിച്ചപ്പോൾ തന്നെ ഒന്ന് ഫ്രഷായി. നല്ല കട്ടിപ്പാലിലാട്ടോ ചായ എല്ലാം ഇട്ട് തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് റൂം അലോട്ട് ചെയ്യണം. റൂമെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ അലോട്ട്മെൻറ്റ് ഒരു ടൈം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവർക്ക് എന്തോ ഒരു ഷിഫ്റ്റൊക്കെ ഉണ്ട് 8:30-9 മണിക്ക് സ്റ്റാഫുകൾക്ക്. ആ ഷിഫ്റ്റ് കഴിഞ്ഞാലേ നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിന് മുന്നേ എത്തണം. അപ്പോൾ റൂമെല്ലാം അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. ഇപ്പോൾ സ്ഥിരം വരുന്നതായതുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ നല്ലത് കിട്ടുമെന്ന് അറിയാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ തന്നെ വന്നു. ഇവിടുത്തെ ഫ്രീ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. 24 അവേഴ്സും ഒരു 5 മിനിറ്റിലും ഫ്രീ ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറി ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അന്നദാനം ഉണ്ട്. എത്ര പേർക്ക് വേണോ ചെന്നാൽ 10:30 മണി വരെ കഴിക്കാം. പക്ഷേ കുളിക്കാൻ നനയ്ക്കുകയൊന്നും ചെയ്യാതെ വീട്ടിൽ നിന്ന് വന്ന അതേ കോലത്തിലായതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് പോകാതെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചു, ഈ വേഷത്തിലാണോ അമ്പലത്തിൽ പോകുന്നത്, ഇങ്ങനെയാണോ ഭഗവാനെ കാണാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് അതുപോലെ ഒരു ദിവസം ഫുൾ യാത്ര ചെയ്തൊക്കെ വന്നിട്ട് ആരെങ്കിലും അതുപോലെ ചെന്ന് ഭഗവാനെ കാണുമോ? കുളിച്ച് ഫ്രഷൊക്കെ ആവാണ്ട് പോകുമോ? നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതെല്ലാം റൂമിലൊക്കെ ചെന്ന് ഫ്രഷായ ശേഷമല്ലേ നമ്മൾ പോകത്തുള്ളൂ. ഇത്രയും വിഡ്ഢിതരം പറയുന്ന ആൾക്കാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നപ്പോഴേക്കും റൂം സെറ്റായിട്ടുണ്ട്. ഇവിടുത്തെ തന്നെ ഗവൺമെൻറ്റിൻ്റെ റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും നമുക്ക് കിട്ടുന്ന അതേ റൂം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ ചെന്ന ഉടനെ ചെന്ന് റൂം വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങ് കിട്ടത്തില്ല. താഴെയാണെങ്കിൽ കിട്ടും, മുകളിൽ വന്നാൽ റൂം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും റൂമെല്ലാം കിട്ടി. ഒന്ന് കുളിച്ച് ഫ്രഷായി സുഖമായിട്ട് ഉറങ്ങി എണീറ്റ് വന്നിട്ട് വീണ്ടും ഒരു ചായ എല്ലാം കുടിക്കുകയാണ്. ഉച്ചയ്ക്ക് ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്ന് ദർശനം ഇല്ല, നാളെ രാവിലെയാണ് ദർശനം ഉള്ളത്. അപ്പോൾ ഇന്ന് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അവിടെ എല്ലാം കുറച്ച് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് വെച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം പോയി ഒന്ന് കാണണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ചായ എല്ലാം കുടിച്ചിട്ട് നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണേ.